ക്ഷീരമേഖലയെ കോർപ്പറേറ്റുകൾക്ക് തുറന്നുകൊടുക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. കശാപ്പ് നിരോധന വിഷയത്തിലുള്ള കേന്ദ്ര വിജ്ഞാപനം പാർലമെന്റിൽ സിപിഐഎം ചോദ്യം ചെയ്യുമെന്നും കോടിയേരി. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ശ്യാം ദേവരാജ് ടെലിഫോണിൽ ചേരുകയാണ്. ശ്യാം, കോടിയേരി എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? നിലവിൽ സമകാലിക രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന കശാപ്പ് നിരോധന വിഷയത്തിൽ രൂക്ഷമായ കോൺഗ്രസിനും ബിജെപിക്കുമെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉന്നയിച്ചത്. കശാപ്പ് നിരോധന വിഷയം കോർപ്പറേറ്റുകൾക്ക് ഈ മേഖല തുറന്നു കൊടുക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ അജണ്ടയുടെ ഭാഗമാണ് കശാപ്പ് നിരോധനം. ഇത് ബാധിക്കുന്നത് നാട്ടിലെ സാധാരണക്കാരായ കന്നുകാലി കർഷകരെയാണ്. അവരെ ഈ മേഖലയിൽ നിന്ന് ഒഴിവാക്കുകയും പകരം കോർപ്പറേറ്റുകൾക്ക്, വൻകിട കോർപ്പറേറ്റുകൾക്കും കുത്തകകൾക്കും ഈ മേഖല തുറന്നു കൊടുക്കാൻ വേണ്ടിയുമാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു ചട്ടം റൂൾ കൊണ്ടുവന്നിരിക്കുന്നത്, റൂൾ വിജ്ഞാപനം ചെയ്തത്. ഇത് പാർലമെന്റിൽ സിപിഐഎം ചോദ്യം ചെയ്യും. ഈ പാർലമെന്റിന്റെ മേശപ്പുറത്ത് ഈ നിയമം വെക്കുമ്പോൾ സിപിഐഎം ഇതിനെ ചോദ്യം ചെയ്യുമെന്നും കോടിയേരി പറഞ്ഞു. ഒപ്പം കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ സിപിഐഎം നടത്തുന്നത് പോലെ ദേശീയ തലത്തിൽ ഉള്ള ഒരു പ്രതികരണത്തിന് കോൺഗ്രസ് തയ്യാറാകാത്തത് എന്ന് കോടിയേരി ബാലകൃഷ്ണൻ ചോദിച്ചു. അതായത് കോൺഗ്രസ് എ കെ ആന്റണി കേരളത്തിൽ വന്ന് മാത്രമാണ് ബീഫിനെതിരെ അല്ലെങ്കിൽ കശാപ്പ് നിരോധനത്തിനെതിരെ പ്രതികരിക്കുന്നത്. എന്നാൽ രാജസ്ഥാനിലോ അല്ലെങ്കിൽ മധ്യപ്രദേശിലോ അല്ലെങ്കിൽ ബിജെപി ഭരിക്കുന്ന എവിടെയെങ്കിലുമോ ദേശീയ തലത്തിലോ ഈ വിഷയം ഉന്നയിച്ച് എന്തെങ്കിലും ഒരു പ്രസ്താവന നടത്താൻ എ കെ ആന്റണി തയ്യാറാവുന്നില്ല. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയ്ക്ക് പോലും കേരളം എടുക്കുന്നത് പോലെ ഒരു നിലപാടെടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. ബിജെപി ആസൂത്രിതമായി ഈ വിഷയം കൈകാര്യം ചെയ്യുകയാണ് അല്ലെങ്കിൽ ഉന്നയിക്കുകയാണ്. ഇതിനെ നേരിടാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ മൃദു ഹിന്ദുത്വ നിലപാടിലൂന്നിയുള്ള കോൺഗ്രസ് നിലപാട് ഇരട്ടത്താപ്പാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ പരിഹസിച്ചു. ഒപ്പം കഴിഞ്ഞ ബിജെപിക്കെതിരെയും അമിത്ഷായ്ക്കെതിരെയും വിമർശനമുയർത്തി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരണത്തിനെത്തിയ അമിത്ഷാ ഒരു വർഷത്തിന് ശേഷമാണ് വീണ്ടും കേരളത്തിൽ കാലുകുത്തുന്നത്. RSS വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കേരളത്തിൽ 1200 കോടി രൂപയാണ് ഇവർ ചെലവിടാൻ ഉദ്ദേശിക്കുന്നതെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഓരോ വാർഡ് തലത്തിലും ഉൾപ്പെടെ RSS 500 കോടി രൂപയും ആകെ 500 കോടി രൂപയും ബിജെപി 700 കോടി രൂപയും ചെലവിട്ട് പണമൊഴുക്കി വിജയിക്കാമെന്നാണ് ബിജെപിയുടെ വ്യാമോഹം. എന്നാൽ ഇത് നടക്കാൻ പോകുന്നില്ല. കശാപ്പ് നിരോധന സംസ്ഥാനമെമ്പാടും ഹെലികോപ്റ്ററിൽ പറന്നു നടക്കുന്ന അമിത്ഷായും കുമ്മനം രാജശേഖരനും കശാപ്പ് നിരോധന വിഷയത്തിൽ സംസ്ഥാനത്തെ ജനങ്ങളോട് മറുപടി പറയാൻ പാടുപെടുകയാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. കന്നുകാലി കശാപ്പ് നിരോധന വിഷയം ചർച്ച ചെയ്യാൻ ഈ മാസം 8-ന് പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരും. കേന്ദ്ര ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രമേയം പാസാക്കും. പ്രത്യേക മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. കന്നുകാലി കശാപ്പ് നിരോധിച്ചുകൊണ്ടുള്ള കേന്ദ്ര തീരുമാനത്തിനെതിരെ ശക്തമായ നിലപാടുമായി മുന്നോട്ടു പോകാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായാണ് വിഷയം ചർച്ച ചെയ്യാൻ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചത്. ഈ മാസം 8-നാണ് സഭാസമ്മേളനം ചേരുക. ഇന്ന് ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗമാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. കേന്ദ്ര ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സമ്മേളനത്തിൽ പ്രമേയം പാസാക്കും. പ്രതിസന്ധി മറികടക്കാനും സംസ്ഥാന താൽപര്യം സംരക്ഷിക്കാനും നിയമനിർമ്മാണം നടത്തുന്ന കാര്യവും സഭ ചർച്ച ചെയ്യും. ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് പ്രത്യേക സഭാസമ്മേളനം ചേരാൻ തീരുമാനിച്ചത്. കേന്ദ്രം കൊണ്ടുവന്ന ചട്ടങ്ങൾ ഭരണ താൽപര്യങ്ങൾക്കും വിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിരുന്നു. 1960-ലെ മൃഗങ്ങൾക്കെതിരായ ക്രൂരത തടയൽ നിയമത്തിന്റെ കീഴിൽ പ്രത്യേക ചട്ടങ്ങൾ അടിച്ചേൽപ്പിക്കുക വഴി സംസ്ഥാനങ്ങൾക്ക് മേൽ കടന്നുകയറ്റം നടത്തുകയാണ് കേന്ദ്രം എന്ന് ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിക്ക് സംസ്ഥാന സർക്കാർ നേരത്തെ കത്തും നൽകിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന കന്നുകാലികളെ തമിഴ്നാട് അതിർത്തിയിൽ തടയുന്നു. സംഘപരിവാർ അനുകൂലികളാണ് പൊള്ളാച്ചിക്ക് സമീപമുള്ള പ്രദേശങ്ങളിൽ വാഹനങ്ങൾ തടഞ്ഞ് കന്നുകാലികളെ ഗോശാലകളിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെടുന്നത്. ഇന്നലെ രാത്രിയാണ് പൊള്ളാച്ചിക്ക് സമീപം കിണത്തുകടവിൽ കന്നുകാലികളുമായി എത്തിയ വാഹനങ്ങൾ സംഘപരിവാർ അനുകൂലികൾ തടഞ്ഞത്. കേരളത്തിലേക്ക് കന്നുകാലികളെ കൊണ്ടുപോകാനാവില്ലെന്നും ഇവയെ ഗോശാലയിലേക്ക് തിരിച്ചു കൊണ്ടുപോകണമെന്നും ആവശ്യപ്പെട്ട് ഒരു സംഘം ആളുകൾ വാഹനം തടയുകയായിരുന്നു. തുടർന്ന് കന്നുകാലികളെ സമീപത്തെ തെങ്ങിൻ തോപ്പിൽ ഇറക്കി കെട്ടി. ഇന്ന് രാവിലെ പോലീസ് എത്തിയ ശേഷമാണ് വാഹനങ്ങൾ കടത്തിവിട്ടെന്ന് ലോറി ഡ്രൈവറായ അളകർ പറയുന്നു. எல்லாம் கோசாலைக்கு கொண்டு வாங்க. மாடு ஃபுல்லாக அடைச்சி வருது, ஓப்பன் இல்லை. மாடு நான் கம்மியாக தான் வரணும், 10 மாடு தான் வரணும். இதில் 20 மாடு வருதுண்ணே. ஆனால் இருக்கிறது 14 மாடு தான் இருக்குது.
அவங்க வந்து அதிகமாக இருக்குது, பசு மாடு ஏற்றக்கூடாது அப்படிங்கிறாங்க. பிடிச்சிட்டு விட மாட்டாங்க, நம்ம கேரளா போகக்கூடாது அப்படின்ட்டு மிரட்டுறாங்க. രാത്രി തമിഴ്നാട് പോലീസും വേണ്ട സുരക്ഷ നൽകാൻ തയ്യാറായില്ലെന്ന് ലോറി ഡ്രൈവർമാർ പറയുന്നു. ഇതേ തുടർന്ന് കന്നുകാലികളുമായി എത്തിയ നിരവധി വാഹനങ്ങൾ പൊള്ളാച്ചിയിലേക്ക് മടങ്ങിപ്പോയി. കുറച്ച് വാഹനങ്ങൾ മാത്രമാണ് വേലന്താവളം ചെക്ക് പോസ്റ്റ് വഴി കേരളത്തിലെത്തിയത്. കേന്ദ്ര ഉത്തരവിന്റെ മറവിൽ കന്നുകാലികളുമായി വരുന്ന വാഹനങ്ങളെ തടയാൻ തുടങ്ങിയതോടെ കേരളത്തിലേക്കുള്ള കന്നുകാലി വരവിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കന്നുകാലി കശാപ്പ് നിരോധനത്തിൽ നരേന്ദ്രമോദിയെ തള്ളി BJP ഭരിക്കുന്ന കൂടുതൽ സംസ്ഥാനങ്ങൾ രംഗത്ത്. ബീഫ് നിരോധിക്കാനാകില്ലെന്ന് അരുണാചലിലെ BJP മുഖ്യമന്ത്രി പെമാ ഖണ്ഡു. താൻ ബീഫ് കഴിക്കുന്നയാളാണ്, കേന്ദ്ര വിജ്ഞാപനം ഉടൻ പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മോദി സർക്കാരിന്റെ കശാപ്പ് നിരോധനത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ടാണ് BJP മുഖ്യമന്ത്രി രംഗത്തെത്തിയിരിക്കുന്നത്. ഞാൻ ബീഫ് കഴിക്കുന്ന ആളാണെന്നും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഭൂരിഭാഗം പേരും ബീഫ് കഴിക്കുന്നവരാണെന്നും അരുണാചലിലെ BJP നേതൃത്വം ബീഫ് നിരോധനത്തെ ഒരിക്കലും പിന്തുണയ്ക്കില്ലെന്നും അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പെമാ ഖണ്ഡു പറഞ്ഞു. ജനങ്ങളുടെ ആവശ്യങ്ങൾ കൂടി കേന്ദ്രം മനസ്സിലാക്കണമെന്നും വിജ്ഞാപനം ഉടൻ പിൻവലിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കശാപ്പ് നിരോധനം സംബന്ധിച്ച കേന്ദ്ര നിലപാടിനെതിരെ BJP മേഘാലയ നേതൃത്വവും നേരത്തെ രംഗത്തെത്തിയിരുന്നു. സംസ്ഥാനത്ത് ബീഫ് നിരോധിക്കാൻ അനുവദിക്കില്ലെന്നായിരുന്നു BJP മേഘാലയ നേതാക്കളുടെ പ്രതികരണം. ഗാരോയിലെ ജനത്തിന്റെ ദൈനംദിന കാര്യങ്ങളിലൊന്നാണ് ബീഫ് ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും. അതുകൊണ്ടുതന്നെ ബീഫ് നിരോധിക്കുകയല്ല, നല്ല ബീഫ് കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കുകയാണ് വേണ്ടതെന്ന് BJP നേതാവ് ബെർണാഡ് എം മാർക്കും പറഞ്ഞു. ബീഫ് നിരോധനത്തിന് എതിർത്ത് RSS പ്രവർത്തകർ കഴിഞ്ഞ ദിവസം ദില്ലിയിലെ കേരള ഹൌസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. കശാപ്പ് നിരോധനത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രതിഷേധം ശക്തമായിക്കൊണ്ടിരിക്കെയാണ് കേന്ദ്ര നിലപാടിനെതിരെ BJP മുഖ്യമന്ത്രി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV. ജനനേന്ദ്രിയം മുറിച്ച സംഭവത്തിൽ പെൺകുട്ടിയുടെ കാമുകന് പങ്കുണ്ടെന്ന് സ്വാമി ഗംഗേശാനന്ദ. താൻ ഉറങ്ങിക്കിടന്നപ്പോഴാണ് ജനനേന്ദ്രിയം മുറിച്ചതെന്നും സ്വാമി മാധ്യമങ്ങളോട് പറഞ്ഞു. പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തപ്പോഴാണ് പെൺകുട്ടിയെ താൻ പീഡിപ്പിച്ചിരുന്നതായി ഗംഗേശാനന്ദ തീർത്ഥവാദർ സമ്മതിച്ചത്. പെൺകുട്ടിക്ക് തന്റെ ഡ്രൈവറായിരുന്ന അയ്യപ്പദാസ് എന്ന യുവാവുമായി പ്രണയബന്ധമുണ്ടായിരുന്നു. എന്നാൽ വീട്ടുകാരുമായുള്ള അടുപ്പം വെച്ച് താനിത് വിലക്കി. ഇതിലുള്ള പ്രതികാരം കൊണ്ട് പെൺകുട്ടി കാമുകന്റെ സഹായത്തോടെ ഇത് നിർവഹിച്ചെന്നാണ് ഗംഗേശാനന്ദ പോലീസിന് നൽകിയ മൊഴി. പെൺകുട്ടിയുടെ വീട്ടിൽ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ മാധ്യമങ്ങളോടും ഇക്കാര്യം സ്വാമി ആവർത്തിച്ചു. ഞാൻ ചെയ്ത കുറ്റങ്ങളല്ലത്, ഒരു അയ്യപ്പദാസൊക്കെ ഉണ്ട്, അയ്യപ്പദാസ് അങ്ങനെ എന്തോ സ്വയം ചെയ്തല്ല, കൊച്ചു പറഞ്ഞല്ലോ ചെയ്തതാണ്. അയ്യപ്പദാസ് ഞാൻ ഇവിടെ സഹായിച്ചിട്ടുണ്ടാവും. പെൺകുട്ടിയെ ഞാൻ കണ്ടത് ഞാൻ ഉണർന്നിരിക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യം. എൻ്റെ ശരീരത്തിന് ആരെയും പ്രിവെൻറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു അന്നേരം. അതെ. പെൺകുട്ടിയുടെ വീട്ടിൽ തെളിവെടുപ്പിനെത്തിച്ചപ്പോഴും മാധ്യമങ്ങളോടും ഇക്കാര്യം ഇയാൾ ആവർത്തിച്ചു. കസ്റ്റഡിയിൽ കഴിയുന്ന ഗംഗേശാനന്ദയുടെ ആരോഗ്യനില തൃപ്തികരമല്ലാത്തതിനാൽ വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസിനാവുന്നില്ല. രാവിലെ മെഡിക്കൽ കോളേജിൽ ഹാജരാക്കിയ സ്വാമിയെ വിദഗ്ധ ഡോക്ടർമാർ വീണ്ടും പരിശോധിച്ചു. തുടർന്ന് സംഭവം നടന്ന പെൺകുട്ടിയുടെ വീട്ടിലെത്തിച്ച് തെളിവെടുക്കുകയും ചെയ്തു. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. തന്റെ രാഷ്ട്രീയ നിലപാടുകളും അഭിപ്രായങ്ങളും ട്വിറ്ററിലൂടെ തുറന്നെഴുതുന്ന നടനാണ് സിദ്ധാർത്ഥ്. ബീഫ് നിരോധനത്തിൽ കേന്ദ്ര സർക്കാരിനും BJPക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി പ്രമുഖ തെന്നിന്ത്യൻ താരം സിദ്ധാർത്ഥ്. സാധാരണക്കാരന്റെ അടുക്കളയിൽ ഒളിഞ്ഞു നോക്കിയല്ല കേന്ദ്ര സർക്കാരിന്റെ നയമെന്ന് സിദ്ധാർത്ഥ് പരിഹസിക്കുന്നു. ദയവായി ഹിന്ദുത്വ രാജ്യമെന്ന വീമ്പ് പറച്ചിൽ നിർത്തി ഇന്ത്യക്കാരനായി ജീവിക്കാൻ അനുവദിക്കണമെന്നാണ് സിദ്ധാർത്ഥ് BJPയെ ഓർമ്മിപ്പിക്കുന്നത്. തന്റെ രാഷ്ട്രീയ നിലപാടുകളും അഭിപ്രായങ്ങളും പരസ്യമായി പ്രകടിപ്പിക്കുന്ന നടനാണ് തെന്നിന്ത്യൻ താരം സിദ്ധാർത്ഥ്. ബീഫ് നിരോധനത്തിൽ കേന്ദ്ര സർക്കാരിനും BJPക്കുമെതിരെ രൂക്ഷ വിമർശനമാണ് സിദ്ധാർത്ഥ് നടത്തിയിരിക്കുന്നത്. സാധാരണക്കാരന്റെ അടുക്കളയിൽ ഒളിഞ്ഞു നോക്കുകയല്ല കേന്ദ്ര സർക്കാരിന്റെ ജോലിയെന്ന് സിദ്ധാർത്ഥ് പരിഹസിക്കുന്നു. ദയവായി ഹിന്ദുത്വ രാജ്യമെന്ന വീമ്പ് പറച്ചിൽ നിർത്തി ഇന്ത്യക്കാരനായി ജീവിക്കാൻ അനുവദിക്കണമെന്നാണ് സിദ്ധാർത്ഥ് BJPയെ ഓർമ്മിപ്പിക്കുന്നത്. കന്നുകാലി കച്ചവടത്തെപ്പറ്റി നേരിട്ടും സിദ്ധാർത്ഥ് വിമർശനം തൊടുക്കുന്നുണ്ട്. കന്നുകാലി ചന്തയെക്കുറിച്ചുള്ള ലഹളകൾ അനാവശ്യവും ജനങ്ങളെ ധ്രുവീകരിക്കുന്നതുമാണ്. സംസ്ഥാന സർക്കാരുകൾ കശാപ്പ് അനുവദിക്കുകയോ നിരോധിക്കുകയോ ചെയ്യട്ടെ, കേന്ദ്ര സർക്കാർ ഇടപെടേണ്ട ആവശ്യമില്ല എന്നാണ് സിദ്ധാർത്ഥിന്റെ പ്രതികരണം. BJP സർക്കാരിന്റെ വർഗീയ രാഷ്ട്രീയത്തിനെയും സിദ്ധാർത്ഥ് ആക്രമിക്കുന്നുണ്ട്. ഞങ്ങളിൽ ഭക്തരും ഇടതുപക്ഷക്കാരും ഒക്കെയുണ്ട്. അടിസ്ഥാനപരമായി ഞങ്ങൾ വെറും ഇന്ത്യക്കാരാണ്. ജീവിക്കാൻ അനുവദിക്കൂ, വെറുപ്പ് അവസാനിപ്പിക്കൂ എന്ന് സിദ്ധാർത്ഥ് തുറന്നെഴുതുന്നു. പശുവിന്റെ പേരിൽ ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കാനിറങ്ങിയ BJPയുടെ മുഖത്തേറ്റ അടിയായിരിക്കുകയാണ് സിദ്ധാർത്ഥിനെ പോലൊരു പ്രമുഖ താരത്തിന്റെ പ്രതികരണം. ന്യൂസ് ഡെസ്ക്. സസ്യാഹാരത്തെ പ്രോത്സാഹിപ്പിക്കാൻ സണ്ണി ലിയോണിന്റെ ലൈംഗിക ചെവിയുള്ള പരസ്യതന്ത്രവുമായി കേന്ദ്ര സർക്കാർ. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചാണ് പുതിയ സസ്യാഹാര അനുകൂല പീഠ പരസ്യത്തിൽ സണ്ണി ലിയോൺ പ്രത്യക്ഷപ്പെടുന്നത്.
രാജ്യത്ത് കന്നുകാലി കശാപ്പ് നിരോധിക്കുന്ന വിജ്ഞാപനത്തിനു പിന്നാലെ സസ്യാഹാരികളാകാൻ ആഹ്വാനം നടത്തുന്ന പുതിയ പരസ്യം കേന്ദ്ര സർക്കാർ തയ്യാറാക്കുന്നു. പീപ്പിൾ ഫോർ ദി എത്തിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് അനിമൽസ് ഇന്ത്യ ആണ് പരസ്യം അണിയിച്ചൊരുക്കുന്നത്. പോൺ സ്റ്റാർ സണ്ണി ലിയോൺ പരസ്യത്തിലെ നായികയാകുന്നു എന്നതാണ് കൗതുകം. തന്റെ ശരീര സൗന്ദര്യത്തിനു പിന്നിലെ രഹസ്യം സസ്യാഹാരമാണെന്നും മാംസാഹാരം വർജിക്കണമെന്നും സണ്ണി ലിയോൺ പറയുന്നു. വികാരമുണർത്തുന്ന ശരീര പ്രദർശനത്തിലൂടെ സണ്ണി ലിയോൺ പൊതുജന ശ്രദ്ധ ആകർഷിക്കുന്ന നിലയിലാണ് പരസ്യം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ലോക പരിസ്ഥിതി ദിനത്തിൽ സണ്ണി ലിയോൺ സസ്യാഹാരിയാകാൻ ഇന്ത്യക്കാരോട് ആവശ്യപ്പെടും. എനിക്ക് ഒരുപാട് ഊർജം ഉണ്ടെന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഞാൻ ധാരാളം പച്ചക്കറികൾ ഭക്ഷിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എനിക്ക് ശരിക്കും അത്ഭുതമാണ് തോന്നുന്നത്. ഇങ്ങനെയാണ് സണ്ണി ലിയോണിന്റെ ജൂൺ 5 പുറത്തുവരാൻ പോകുന്ന പരസ്യം ആരംഭിക്കുന്നത്. രാജ്യത്ത് കൊടിയ ദാരിദ്ര്യത്താലും വർഗീയ ലഹളകളാലും മനുഷ്യൻ പൊറുതിമുട്ടുന്ന സാഹചര്യത്തിലാണ് മൃഗങ്ങളുടെ ജീവനെക്കുറിച്ചും അവയുടെ അവകാശങ്ങളെക്കുറിച്ച് പോലും പരസ്യത്തിൽ സണ്ണി ലിയോൺ ആശങ്കപ്പെടുന്നത്. ഇവിടെ ഒരു പടി കൂടി കടന്ന് മൃഗങ്ങളുടെ കൊഴുപ്പിനെ ആശ്രയിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ, ക്ഷീര ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ഒഴിവാക്കണമെന്നും പരസ്യം ആവശ്യപ്പെടുന്നു. കന്നുകാലി കശാപ്പ് നിരോധിച്ചുകൊണ്ടുള്ള കേന്ദ്ര നടപടിക്കെതിരെയുള്ള സമരം ശക്തമാകുന്ന സാഹചര്യത്തിൽ സണ്ണി ലിയോൺ പരസ്യത്തിലൂടെ ജനങ്ങളുടെ മനസ്സുമാറ്റാം എന്നാണ് പീപ്പിൾ ഫോർ ദി എത്തിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് അനിമൽസ് ഇന്ത്യയുടെ ആലോചന. ന്യൂസ് ഡെസ്ക്. ഗുരുദേവ പ്രതിമയെ ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ അമിത്ഷാ അവഹേളിച്ചതായി പരാതി. പാലാരിവട്ടത്തെ ഗുരുദേവ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്താനുള്ള മുൻ തീരുമാനം മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കുകയായിരുന്നു അവഗണന. വൻ ഒരുക്കങ്ങളുമായി കാത്തുനിന്ന BDJS SNDP നേതാക്കൾ പ്രതിഷേധത്തോടെയാണ് മടങ്ങിയത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും എറണാകുളം ഗസ്റ്റ് ഹൌസിലേക്കുള്ള യാത്രാമധ്യേ പാലാരിവട്ടത്തെ ഗുരുദേവ മന്ദിരത്തിലെത്തുമെന്നും ഗുരുദേവ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തുമെന്നുമായിരുന്നു BJP നേതാക്കൾ അറിയിച്ചിരുന്നത്. ഇതിനെ തുടർന്ന് SNDP BDJS നേതാക്കൾ അമിത്ഷായെ സ്വീകരിക്കാൻ രാവിലെ തന്നെ ഒരുക്കങ്ങൾ തുടങ്ങി. ചുവന്ന പരവതാനി വിരിച്ചും അലങ്കരിച്ചും സ്വാഗത കമാനങ്ങൾ സ്ഥാപിച്ചും പ്രദേശം മോടി പിടിപ്പിച്ചു. അമിത്ഷായെ സ്വീകരിക്കാൻ പൂച്ചെണ്ടുമായി നേതാക്കൾ കാത്തുനിന്നു. എന്നാൽ അമിത്ഷായുടെയും മറ്റു നേതാക്കളുടെയും വാഹനങ്ങൾ അതിവേഗതയിൽ ഇതുവഴി കടന്നുപോയതല്ലാതെ ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. കാത്തുനിന്ന BDJS നേതാക്കൾ നിരാശ മറച്ചുവെച്ചില്ല. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള BDJS പ്രവർത്തകർ രാവിലെ മുതൽ കാത്തുനിന്നതും നടത്തിയ ഒരുക്കങ്ങളും വെറുതെയായി. കാത്തിരുന്നു. അത് ഈ സമയത്ത് വരുമെന്നുള്ള ഇതിലായിരുന്നു. മാധ്യമങ്ങളെല്ലാം ഉണ്ടായിരുന്നല്ലോ. അല്പസമയത്തിന് ശേഷം അടക്കിപ്പിടിച്ച പ്രതിഷേധത്തോടെ SNDP BDJS നേതാക്കൾ സ്ഥലം വിട്ടു. അപ്പോഴും ഒരു പൂച്ചെണ്ട് ഗുരുദേവ പ്രതിമയ്ക്ക് മുന്നിൽ അനാഥമായി അവശേഷിച്ചു. സാലി മുഹമ്മദ്, കൊച്ചി. BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായുമായി ക്രൈസ്തവ മേലധ്യക്ഷന്മാരുടെ കൂടിക്കാഴ്ച യാദൃശ്ചികമാകാമെന്ന് സീറോ മലബാർ സഭ വക്താവ് ഫാദർ ജിമ്മി പൂച്ചക്കാട്ടിൽ. കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ചയായില്ല. കേരളത്തിന്റെ പൊതുകാര്യങ്ങളും ഫാദർ തോമസ് ഉഴുന്നാലിന്റെ മോചനവുമായി ബന്ധപ്പെട്ട വിഷയവുമാണ് ചർച്ചയായത്. BJPയുമായി യോജിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയമായ യാതൊരു കാര്യങ്ങളും അല്ല ചർച്ച ചെയ്തത്. പൊതുവെ എനിക്ക് തോന്നുന്നു കേരളത്തിന് പൊതുവെ ഗുണകരമാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ പരസ്പരം സംസാരിക്കുകയും കേന്ദ്ര ഗവൺമെൻറ്റിൽ അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ചില കഴിവുകളും അദ്ദേഹത്തിൻ്റെ ആ ഒരു പൊസിഷനും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാമല്ലോ എന്നുള്ള രീതിയിലുള്ള സംസാരം മാത്രമേ ഒന്നുള്ളൂ. പാതയോരത്തെ മദ്യശാലകൾ തുറക്കാനുള്ള സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് നിയമസഭയ്ക്ക് മുന്നിൽ 8-ാം തീയതി നിരാഹാരം അനുഷ്ഠിക്കുമെന്ന് മദ്യവിരുദ്ധ സമിതി. സർക്കാരിന്റെ തീരുമാനം വഞ്ചനാപരമെന്ന് ലത്തീൻ ആർച്ച് ബിഷപ്പ് സൂസെപാക്യം. അതിനിടയിൽ മദ്യശാലകൾ തുടങ്ങാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ അനുമതി പത്രം വേണമെന്ന ഉത്തരവ് സർക്കാർ ഭേദഗതി ചെയ്തു. അധികാരം ഒഴിവാക്കിക്കൊണ്ടുള്ള ഓർഡിനൻസിൽ ഗവർണർ ഒപ്പുവെച്ചു. പാതയോരത്തെ മദ്യശാലകൾ തുറക്കാനുള്ള സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് നിയമസഭ സമ്മേളിക്കുന്ന 8-ാം തീയതി നിരാഹാരം അനുഷ്ഠിക്കാൻ മദ്യവിരുദ്ധ സമിതി തീരുമാനിച്ചത്. സർക്കാരിന്റെ തീരുമാനം വഞ്ചനാപരമെന്ന് ലത്തീൻ ആർച്ച് ബിഷപ്പ് സൂസപാക്യം പ്രതികരിച്ചു. സർക്കാർ മദ്യലോബികളുമായി കൂട്ടുചേരുന്നു എന്ന പ്രതീതിയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. മദ്യശാലകൾ തുടങ്ങണമെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരം വേണമെന്ന് NOC റദ്ദാക്കിക്കൊണ്ടുള്ള സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ഗവർണറെ കാണുകയായിരുന്നു മദ്യവിരുദ്ധ പ്രവർത്തകർ. ഗവൺമെന്റിന്റെ അവരുടെ സമ്മർദ്ദം കൊണ്ട് ഇന്ന് കാലത്ത് തന്നെ അത് ഒപ്പിട്ടതായിട്ടാണ് കേൾക്കുന്നത്. എനിക്ക് പറയാനുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള വളരെ വലിയൊരു വഞ്ചനാപരമായിട്ടുള്ള ഒരു നീക്കമായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ ഗവൺമെൻറ് ഒളിഞ്ഞും തെളിഞ്ഞും ഈ മദ്യ വ്യവസായത്തെ മദ്യലോബികളുമായിട്ട് കൂട്ടുചേർന്ന് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രതീതിയാണ് ഇപ്പോൾ ജനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.
മദ്യശാലകൾ തുടങ്ങാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ അനുമതി പത്രം വേണമെന്ന ഉത്തരവ് സർക്കാർ ഭേദഗതി ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഈ അധികാരം ഒഴിവാക്കാനുള്ള ഓർഡിനൻസിൽ ഗവർണർ ഒപ്പുവെച്ചു. ഇനി മുതൽ മദ്യശാലകൾക്ക് എക്സൈസ് വകുപ്പിന്റെ അനുമതി മാത്രം ലഭിച്ചാൽ മതി. നേരത്തെ തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന ഡേഞ്ചറസ് ആൻഡ് ഒഫൻസീവ് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ മദ്യശാലകൾ തുടങ്ങാൻ കഴിയുമായിരുന്നുള്ളൂ. മദ്യശാലകൾ തുറക്കുകയോ മാറ്റിസ്ഥാപിക്കുകയോ ചെയ്യുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങളുടെ അനുമതി വേണമെന്ന നിബന്ധന ഇതോടെ ഇല്ലാതായി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.